CK പത്മനാഭനെ പൊതുപരിപാടികളിൽ നിന്നും വിലക്കാൻ BJP തീരുമാനം. പ്രവർത്തകർ തെരുവിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ഭാരവാഹി യോഗം. വിവരങ്ങളുമായി TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, CKPക്കെതിരെ അച്ചടക്ക നടപടിയിലേക്കാണോ BJP ഇപ്പോൾ നീങ്ങുന്നത്? അദ്ദേഹത്തെ പൊതുപരിപാടിയിൽ അടക്കം വിലക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണോ അവിടെ കോട്ടയത്ത് ചേരുന്ന നേതൃയോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്? മനു, CK പത്മനാഭന്റെ ചെഗുവേര പരാമർശം BJP നേതൃത്വം സംബന്ധിച്ച് തള്ളാനോ കൊള്ളാനോ കഴിയാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന് പോലും ഒരു നിശ്ചയമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഈ വിവാദങ്ങളെല്ലാം തന്നെ അടഞ്ഞ അധ്യായമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ CK പത്മനാഭനെ പാർട്ടി പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം ഉണ്ടാകണമെന്നാണ് ഭാരവാഹി യോഗം ഇന്നലെ വൈകിട്ട് ചേർന്ന ഭാരവാഹിത്തിൽ അഭിപ്രായം പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുറത്തുനിന്ന്, അതായത് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിപ്പെടുമെന്നും ഒരു ആശങ്ക കൂടി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ണൂരിൽ CPM ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം BJPയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ CK പത്മനാഭൻ അടക്കമുള്ളവരെ പാർട്ടിയിൽ നിന്ന് ഇനി വിട്ടുകഴിഞ്ഞാൽ അവിടെ BJP ദുർബലമാകും എന്നുള്ള അവസ്ഥ ഉണ്ടാകും എന്നുള്ള സ്ഥിതിയിൽ പോലും ചർച്ചകൾ വരുന്നു. എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ CK പത്മനാഭന്റെ വിഷയത്തിൽ നേരിടുന്നത്. കാരണം ചെഗുവേര പരാമർശത്തെ ഇതുവരെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ അതിനെ തിരുത്തി പറയാൻ CK പത്മനാഭൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് സ്വീകരിക്കണം, ഈ നേതൃത്വം ഇതിനോട് അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നറിയാൻ സംസ്ഥാന നേതൃത്വം കുഴങ്ങുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അതായത് ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ചർച്ചയിലേക്ക് എടുക്കാതെ തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോവുക എന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു അടഞ്ഞ അധ്യായമാണെന്ന ഉള്ള ഒരു വാക്കോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലും ഒരു വാക്കോടുകൂടി തീർക്കുകയും ഒപ്പം സംസ്ഥാന കൗൺസിലിൽ സംബന്ധിച്ചുള്ള നിലപാടുകൾ വിശദീകരിക്കാൻ കുമ്മനം തയ്യാറെടുക്കുകയാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും CK പത്മനാഭനെ ഈ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ ഉയർന്നിട്ടുള്ള അഭിപ്രായങ്ങൾ. എന്തായാലും ഇനി സംസ്ഥാന സർക്കാരിനെതിരെ സ്വീകരിക്കേണ്ട സമരമാർഗങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ആലോചിച്ച് മുന്നോട്ട് പോകാം. വെറുതെ വിവാദങ്ങൾ തട്ടി നിന്നുകൊണ്ട് പാർട്ടിയുടെ ശോഭ കെടുത്തരുത് എന്ന രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രശാന്ത്, അവിടെ RSSന്റെ നിലപാട് കൂടി പരിഗണിക്കേണ്ടതില്ല. എന്തായാലും അവർക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം RSS അവരുടെ മുഖപത്രത്തിൽ എഴുതിയത് AN രാധാകൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയായിരുന്നു. മാത്രമല്ല AN രാധാകൃഷ്ണന് വീണ്ടും ഈ വിഷയത്തിൽ എഴുതാൻ അവസരം നൽകി അവരുടെ നിലപാട് തീർച്ചയായും അവിടെ പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ അതെന്തായാലും BJPക്ക് കണക്കിലെടുക്കേണ്ടി വരും. മറ്റൊന്ന്, ഇവിടെ ഒരു എന്ത് നടപടി എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി അവർ കോട്ടയം യോഗങ്ങൾക്കായി തെരഞ്ഞെടുത്തത് തന്നെ ന്യൂനപക്ഷങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ്. അതിനൊക്കെ വേണ്ടി പുരോഹിതന്മാരെ അടക്കം കുമ്മനം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ പാർട്ടിക്ക് ഇത് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന ചിന്തയും അവർക്കുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി ഈ നേതൃയോഗം കണക്കിലെടുക്കില്ലേ? തീർച്ചയായിട്ടും മനു, എന്തായാലും AN രാധാകൃഷ്ണന്റെ പ്രസ്താവന കേവലം ഒരു മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടിയായിരുന്ന പ്രസ്താവന ആയിരുന്നു എന്നതായിരുന്നു തുടക്കമുള്ള ചർച്ചയെങ്കിലും പിന്നീട് കേസരിയിലൂടെ തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് AN രാധാകൃഷ്ണൻ വിശദീകരിക്കുമ്പോൾ ഈ ഒരു നയത്തോട് RSS പിന്തുണയ്ക്കുന്നു എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. കാരണം സംസ്ഥാന BJP രാഷ്ട്രീയത്തിനകത്ത് RSS പിടിമുറുക്കുന്നതിൻ്റെ എല്ലാ തരത്തിലുള്ള ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് വേണം AN രാധാകൃഷ്ണൻ നിലപാടുകൾക്കുള്ള പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ CK പത്മനാഭനെ ആഞ്ഞടിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. കാരണം കടുത്ത അതൃപ്തിയാണ് ചെഗുവേര പരാമർശത്തിൽ RSS നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ RSSനെ പിണക്കി BJPക്കകത്ത് മുന്നോട്ട് പോകാനാകില്ല എന്ന സ്ഥിതി നിൽക്കുന്നു. ഒപ്പം AN രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകളോടെ ഒരു നേതൃസ്ഥാനത്തേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും AN രാധാകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് കണക്കിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളും ഉണ്ട് എന്ന് തന്നെ വേണം മറ്റു ഭാരവാഹികൾ കൂടി ഉന്നയിക്കുന്ന ഒരു അഭിപ്രായം. കാരണം ഈ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ AN രാധാകൃഷ്ണൻ തൻ്റെ നിലപാട് ആ നിലപാടിന് RSS പിന്തുണ കിട്ടുമ്പോൾ CK പത്മനാഭനെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന ഒരു അവസരം, ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പ്രയാണം തുടരുക എന്ന് തന്നെയാണ് AN രാധാകൃഷ്ണനെ അനുകൂലിക്കുന്നതിനും അതുപോലെ തന്നെ RSS അനുകൂലികളുമായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത്. അതേസമയം CK പത്മനാഭനെ സംബന്ധിച്ച് CK പത്മനാഭൻ ഇതിനു മുമ്പ് പലപ്പോഴും പാർട്ടിക്കെതിരെ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള ആക്രമണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനി അനുവദിച്ചുകൂടാ. കാരണം അത് ക്ഷീണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. വലിയ ഒരു BJPയെ സംബന്ധിച്ച് അനുകൂല സാഹചര്യം നിൽക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് പാർട്ടിക്ക് വളരെ പിന്നാക്കം പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള ഒരു പ്രദേശത്ത് ന്യൂനപക്ഷ മേഖലയിൽ ഈ സമ്മേളനം വിളിച്ചു കൂട്ടാനുള്ള ഒരു കാരണം എന്നാൽ ക്രൈസ്തവ മേഖലയിലേക്ക് കടന്നു കയറുക എന്നുള്ള BJPയുടെ ഒരു അജണ്ട. ആ അജണ്ടയ്ക്ക് അനുകൂലമായ മണ്ണൊരുക്കുക എന്ന് തന്നെയാണ് കോട്ടയത്ത് സമ്മേളനം ചേരുമ്പോൾ BJPയുടെ സംസ്ഥാന സമിതി അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ചർച്ചയാകുന്നത്. അത്തരത്തിൽ ക്രൈസ്തവ പക്ഷങ്ങളുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഒപ്പം ചേർന്നുകൊണ്ട് തന്നെയായിരിക്കണം കേരളത്തിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുള്ളൂ എന്ന വിലയിരുത്തലും BJPക്ക് ഉണ്ട്.
ഇതിൻ്റെ ഭാഗമായി ഈ സംസ്ഥാന നേതൃയോഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുമ്മൻ രാജശേഖരൻ ഇവിടെ സഭാധ്യക്ഷന്മാരെ അടക്കം സന്ദർശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പഴയ ബന്ധങ്ങൾ പുതുക്കുവാൻ വേണ്ടിയാണ് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ തന്നെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായി ഈ ക്രൈസ്തവ സഭയുമായിട്ട് അല്ലെങ്കിൽ വലിയ അടുപ്പം അല്ലെങ്കിൽ ചങ്ങാത്തം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനുള്ള ശ്രമങ്ങളായിരിക്കും പ്രധാനമായും ഇന്നത്തെ കോട്ടയത്തെ യോഗത്തിലും ചർച്ചയാവുക. ശരി, TP പ്രശാന്താണ് കോട്ടയത്ത് നിന്നും നേതൃയോഗങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ഏതായാലും BJP ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ CKPക്കെതിരെ പാർട്ടി പരിപാടികളിൽ നിന്ന് വിലക്കടക്കമുള്ള നടപടി വേണം. അവിടെ RSSന്റെ നിലപാടുകൾ RSS പിടിമുറുക്കുന്നു എന്ന വാർത്തയും എന്ന റിപ്പോർട്ടും കൂടിയാണ് പ്രശാന്ത് നൽകിയത്.